നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇറാനെതിരെ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൗസിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇറാനിലെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തു. അടച്ചിട്ട മുറിയിൽ 90 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന ചർച്ചകൾ മികച്ചതെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചു. അതേസമയം കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇരു നേതാക്കളും പരസ്യപ്പെടുത്തിയതുമില്ല. ഇറാന് ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുക എന്ന പൊതുലക്ഷ്യത്തോടെയും ഒപ്പം മറ്റു ലക്ഷ്യങ്ങളെക്കുറിച്ച് സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി. ഇറാന് ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുക എന്ന പൊതുലക്ഷ്യത്തോടെയും ഒപ്പം മറ്റു ലക്ഷ്യങ്ങളെക്കുറിച്ചും ബെഞ്ചമിൻ നെതന്യാഹു സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി. ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ സംഭാഷണങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നായിരുന്നു ഇതെന്നും നെതന്യാഹു വിശേഷിപ്പിച്ചു. ഇറാൻ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇരു നേതാക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തിലെ വിവിധ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞ കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് ഈ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഫോൺ ചെയ്യുന്ന സമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തെറിയഭിഷേകം വരെ നടത്തി മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു എന്ന രീതിയിലൊക്കെ പുറത്ത് വാർത്തകൾ വന്നിരുന്നു. എന്തുതന്നെയായാലും ഇരു നേതാക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യത്തിന് സംശയം യാതൊന്നുമില്ല. കാരണം നെതന്യാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ്, നെതന്യാഹു പറഞ്ഞതനുസരിച്ചാണ് നെതന്യാഹുവിനെ സഹായിക്കുവാനും ഒപ്പം ഇറാൻ്റെ ആണവായുധ ശേഷി പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ ഒടുവിൽ ഇസ്രായേൽ മാറി നിൽക്കുകയും അത് ഇറാനും അമേരിക്കയുമായുള്ള ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ഈ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയ്ക്ക് ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഒരു ദിവസം തന്നെ ചെലവാക്കേണ്ടി വന്നുകൊണ്ടിരുന്നത്. ഇതിനെതിരെ അമേരിക്കയിൽ പൊതുജന വികാരം തന്നെ ട്രംപിന് എതിരായി വന്നിരുന്ന കാര്യവും നമ്മളെല്ലാവരും കണ്ടതാണ്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഇസ്രായേൽ ഇന്റലിജൻസ് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ നെതന്യാഹു തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളെ ചർച്ചയ്ക്ക് മുമ്പ് ട്രംപ് പരസ്യമായി വിമർശിച്ചിരുന്നു. ഇറാൻ വിഷയത്തിൽ രണ്ട് നേതാക്കൾക്കും ഇടയിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നും ട്രംപ് തിങ്കളാഴ്ച തുറന്നു സമ്മതിച്ചിരുന്നു. നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത്. ഇറാനെ കൂടാതെ ഗാസ, ലെബനൻ, പശ്ചിമേഷ്യൻ നയതന്ത്രം ഇവയൊക്കെ ഇരു നേതാക്കളുടെയും ചർച്ചകളിൽ വിഷയങ്ങളായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടയിൽ ഇറാനും ഒമാനും ചേർന്ന് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് സൗദി അറേബ്യ അടക്കം ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ വന്നിരിക്കുകയാണ്. സംയുക്ത നടത്തിപ്പിനുള്ള ഒമാന്റെ പദ്ധതി ഇറാന് കൈമാറി. കടലിടുക്കിൽ സ്വമേധയാ ഫീസ് നൽകുന്ന സംവിധാനമാണ് ഒമാൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഗൾഫിലെ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ വീഡിയോ വഴി യോഗം ചേർന്നു. മലാക്ക കടലിടുക്കിലെ മാതൃകയാണ് ഒമാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുന്ന മലാക്കയിൽ കപ്പലുകൾ സ്വമേധയാ നൽകുന്ന സംഭാവനയാണ് ഫീസ്. സമാനമായ രീതിയിൽ ഇറാനും ഒമാനും ചേർന്നായിരിക്കും ഹോർമൂസ് നിയന്ത്രിക്കുക. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി സൗദി വിദേശകാര്യമന്ത്രിയുമായി തിങ്കളാഴ്ച ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് ഈ ചർച്ചയിൽ ഇറാൻ സ്വീകരിച്ചത്. ഇതിനിടെ US ഇറാൻ ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളും മധ്യസ്ഥ രാജ്യങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഹോർമൂസിൽ ബദൽ പാതയിലൂടെ ചരക്ക് നീക്കത്തിന് US നടത്തിയ ശ്രമം ഇറാൻ നേരത്തെ തടഞ്ഞിരുന്നു. അതോടെയാണ് താൽക്കാലിക വെടിനിർത്തൽ പൊളിഞ്ഞത്. വീണ്ടും ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ഉയർത്തി. എന്തുതന്നെയാലും ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അപ്രഖ്യാപിത വെടിനിർത്തലാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ അമേരിക്കൻ സെനറ്റും കോൺഗ്രസും ഒക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ട്രംപിന് എതിരായിട്ടാണ് പല അഭിപ്രായങ്ങളും. കാരണം അമേരിക്കയെ ഭീമമായ ഒരു സാമ്പത്തിക നഷ്ടമാണ്, എത്രയോ ട്രില്യൺ കണക്കിന് ഡോളറുകളാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലൂടെ നഷ്ടം വന്നിട്ടുള്ളത്. അതിൽ അമേരിക്കയ്ക്ക് അമേരിക്കൻ പൗരന്മാർക്കും യാതൊരു ഗുണവുമില്ലാത്ത, ഒരു ആവശ്യവുമില്ലാത്ത ഒരു യുദ്ധമാണ്. ഇതെന്തിനിറങ്ങി പുറപ്പെട്ടു എന്ന നിലയിലുള്ള ചർച്ചകളും അമേരിക്കയിലെ പൊതുജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുതന്നെയാലും ട്രംപ് ഇനി ഏത് നിമിഷം വെടി ആരംഭിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ട്രംപ് അമേരിക്ക ആക്രമിക്കാത്തതുകൊണ്ട് തന്നെ ഇറാൻ ഈ മധ്യേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന വിവിധ അയൽ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണവും ഇറാൻ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. അടിക്ക് തിരിച്ചടി എന്ന ഒരു
നയമാണ് ഇറാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ താൽക്കാലിക വെടിനിർത്തൽ എന്ന് വരെ അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ ആക്രമണം എപ്പോൾ പുനരാരംഭിക്കും എന്നുള്ള കാര്യത്തിലും ആർക്കും ഒന്നും പറയാൻ വയ്യ. കാരണം ട്രംപാണ് അപ്പുറത്ത്. അപ്പോൾ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതായിരിക്കില്ല മറ്റന്നാൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.